ഒക്ടോബർ 29 വിശുദ്ധ നാർസിസിന്റെ തിരുനാളിൽ ആഗോള സഭ. ജെറുസലേമിലെ 30ാമത്തെ മെത്രാനായിരുന്നു വിശുദ്ധ നാർസിസിസ്. മെത്രാനായപ്പോൾ 80 വയസ്സുണ്ടായിരുന്നു. പരിശുദ്ധനായ ബിഷപ്പിനോട് ജനങ്ങൾക്ക് വളരെ മതിപ്പും സ്നേഹവും ഉണ്ടായിരുന്നു. പല അത്ഭുതങ്ങളും അവർക്കു വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചതായി കാണുന്നു. ഒരു ഉയർപ്പ് തിരുനാളിന്റെ തലേ ദിവസം ഡീക്കന്മാരുടെ വിളക്കുകളിൽ എണ്ണയുണ്ടായിരുന്നില്ല. ബിഷപ്പ് നാർസിസ് വിളക്കുകളിൽ വെള്ളം കോരിയൊഴിക്കാൻ ആജ്ഞാപിച്ചു. ചരിത്രകാരനായ യൂസേബ്യൂസ് പറയുന്നത് ആ വെള്ളം ഉടനടി എണ്ണയായി എന്നാണ്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തി സർവ്വവ്യാപകമായിരുന്നെങ്കിലും ഏഷണിക്കാർ എന്തോ ഒരു മഹാകുറ്റം അദ്ദേഹത്തിൽ ആരോപിച്ചു. താൻ പറയുന്നത് വാസ്തവമെങ്കിൽ തീ വീണ് ചാവട്ടെ എന്നൊരാളും, കുഷ്ഠരോഗം പിടിക്കട്ടെ എന്ന മറ്റൊരാളും, അന്ധനാകട്ടെ എന്ന മൂന്നാമതൊരാളും ആണയിട്ട് പറഞ്ഞു. ഒരാൾ തീയിൽ ദഹിക്കുകയും വേറൊരാൾ കുഷ്ഠരോഗിയാകുകയും മൂന്നാമത്തെയാൾ കുരുടനുമായപ്പോൾ മെത്രാനച്ചന്റെ വിശുദ്ധി നാട്ടുകാർക്ക് ഒന്നുകൂടി ബോധ്യമാകുകയുണ്ടായി. എന്നിട്ടും ഏഷണിക്കാരുടെ ആരോപണങ്ങളെ ഭയന്ന അദ്ദേഹം വേറൊരു മെത്രാനെ നിയമിച്ചിട്ട് ഏകാന്തതയിൽ ധ്യാനനിരതനായി കഴിഞ്ഞു. ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് നാർസിസ് വീണ്ടും രൂപതാഭരണം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ സഹായമെത്രാൻ വിശുദ്ധ അലക്സാണ്ടർ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ 115ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ നാർസിസെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.